എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് തീർന്നിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം കഴിഞ്ഞ് പുറത്തൊന്ന് ചുറ്റാൻ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണിത്, ലളിത് ഹോട്ടൽ. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ലഞ്ചും എല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇനിയാണ് എൻ്റെ മെയിൻ ഫംഗ്ഷൻ വരാൻ പോകുന്നത്, ബർത്ത്ഡേ കേക്ക് കട്ടിങ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഔട്ടിംഗ് എല്ലാം പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഓടിപ്പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ കോസ്റ്റ്യൂം. ഇതും രാവിലെ ഇട്ട ഡ്രസ്സുമൊക്കെ ഏകദേശമൊക്കെ ഒരേ കളർ തന്നെയാണ്, പക്ഷേ എന്നാലും എൻ്റെ ഫേവറേറ്റ് കളറായി മാറി. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ റിപ്പീറ്റ് ചെയ്തത്. ഇത് വാങ്ങിയത് അവന്ത്രയിൽ നിന്നാണ് കേട്ടോ, പാലക്കാടുള്ള അവന്ത്രയിൽ നിന്ന്. അപ്പോൾ ചേസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഒരു റെഡ് വൈൻ സ്റ്റാർട്ട് ചെയ്തു. ശേഷം എൻ്റെ ബർത്ത്ഡേ കേക്ക്, ബർത്ത്ഡേ പാട്ടെല്ലാം പാടി, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഈ ഷെഫാണ് എൻ്റെ കേക്ക് ഉണ്ടാക്കിയത്. കേക്ക് നല്ല വെനില വിത്ത് സ്ട്രോബെറി, നല്ല ഫ്ലഫി ടേസ്റ്റി കേക്കായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സ്ട്രോബെറി ഒക്കെ ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നേരെ ഡിന്നർ പാൻ ഏഷ്യൻ ഡിലൈറ്റ്സ്. ഇത് ഒക്കോ ജാപ്പനീസ് റെസ്റ്റോറൻ്റാണിത്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഡി ജെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം ഡി ജെ ഇല്ല. സാധാരണ അവിടെ ഡി ജെ ഉണ്ട്, അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിന്നറിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ അറ്റൻഷനും കിട്ടി, സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വെൽ സർവീസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ്. നല്ലൊരു ഡിം ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു ഫീൽ ദ മ്യൂസിക്, നല്ല മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സീറ്റ് എവിടെയാണെന്ന് ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു സൈറ്റ് സീയിങ്, അതായത് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു നൈറ്റ് സൈറ്റുള്ള നല്ല വ്യൂ പോയിൻറ്റിലാണ് ഞാൻ സീറ്റ് പിടിച്ചത്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലത് ആക്ച്വലി റൂഫ് ടോപ്പാണ്. ഇത് 4th or 5th ഫ്ലോറിലാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടുന്ന് കാണുന്ന നല്ല വ്യൂ നോക്കിയിരുന്നു. ശേഷം അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണിത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഇനി വൈറ്റ് വൈൻ, റെഡ് വൈൻ, വൈറ്റ് വൈൻ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? വൈറ്റ് വൈനാണോ റെഡ് വൈനാണോ? എനിക്ക് റെഡ് വൈനാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു ഫ്രൈംസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൂഷിക്കായിട്ട് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ്. സൂഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷാണ് കേട്ടോ, ജാപ്പനീസ് ഡിഷ്. ഇപ്പോൾ സൂഷി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സൂഷി അവർ ക്രാബ് ഉണ്ട്, ട്യൂണയുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് പറഞ്ഞു. പക്ഷേ ക്രാബൊന്നും ഞാൻ എടുത്തിട്ടില്ല, അസോർട്ടഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലേവറിൽ തന്നെയാണ് അതെല്ലാം ഈ വെച്ചിരിക്കുന്നത്. ട്യൂണയാണ് ഞാൻ സെലക്ട് ചെയ്തത്, നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ ജിഞ്ചർ സ്ലൈസസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര പഞ്ചായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ സോസ് എടുക്കാൻ വേണ്ടിയിട്ട്, സോസ് ഇവിടെ തന്നെ ഉണ്ട്, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൻ്റെ അകത്ത് തന്നെ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൗൾ എടുക്കാൻ വേണ്ടി അദ്ദേഹം പോയി. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ചുമ്മാ ഒരു ഡെക്കറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സോസൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ്. പക്ഷേ ആക്ച്വലി അത് നമ്മൾ ബൗളിൽ വരുന്ന സോസിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കിയിട്ട് കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ചോപ്പ് സ്റ്റിക്സൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേക്ക് ഞാനതെടുത്ത് ഇങ്ങനെ മുക്കി അങ്ങനെ നേരെ വായിലോട്ട് ഇങ്ങനെ ഇട്ടപ്പോണ്ടല്ലോ, ആഹാ ഒന്നും പറയണ്ട, അടിപൊളി. എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. മിക്കവർക്കും ഇഷ്ടമില്ലാത്ത സാധനമാണ് എനിക്കറിയാം. ഫസ്റ്റ് മൗത്ത് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇതിൻ്റെ കൂടെ വരുന്ന ഈ സോസസൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. എല്ലാത്തിനും ഒരു ഹണി ടച്ച് ഉണ്ട്, അതുകൊണ്ട് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടെ ഉണ്ട്. അല്ലെങ്കിലും ഗാർലിക്കും ചില്ലി ഫ്ലേക്സും ഹണിയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വെറുതെ ദോശയ്ക്ക് പോലും കഴിക്കാം. പിന്നെ അടുത്തത് വന്നത് തായ് ഡ്രങ്കൻ നൂഡിൽസാണ്, അതായത് പാട്കി മാവ് എന്നാണ് ഇതിൻ്റെ വേറൊരു പേര്. അപ്പോൾ ഈ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. ഇതും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവാത്ത 2 ഡിഷസാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഡിന്നറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫ് പാമ്പറിംഗ് എന്ന് പറയുമല്ലോ, സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ തന്നെയാണ് ഇന്ന് ഡിന്നറിന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിന്നർ, ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ ഇതോടുകൂടി ഒരു എന്താ പറയുക, തിരശ്ശീല വീഴുകയാണ്. 2026 എൻ്റെ ബർത്ത്ഡേക്ക് കൊട്ടിക്കലാശിച്ചു എന്ന് തന്നെ പറയാം. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു, എന്നും ഓർക്കാൻ പറ്റിയ നല്ലൊരു ബർത്ത്ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ